ലോകത്തിന്റെ മൊത്തമുള്ള സമൃദ്ധിയില് നമ്മളുടെ പിതാക്കന്മാർക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് സമത്വവും സാഹോദര്യവും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മള് ഈ ഒരു വലിയ ദൗത്യമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. ദൈവത്തിന്റെ വചനം സങ്കീർത്തനക്കാരനിലൂടെ പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വന്ദിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ദേശത്തേക്കൊക്കെ നോക്കണം, നമ്മൾ വെളിയിലേക്കൊക്കെ നോക്കണം. നോക്കുമ്പോൾ ദൈവം ഉണ്ടാക്കിയ ഈ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. അതിലൂടെ ദൈവത്തിന്റെ വലിയ മഹനീയമായ തേജസ്സിനെയും മഹത്വത്തെയും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പലപ്പോഴും അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജോലി തിരക്കുകളുടെ മധ്യത്തില് സമയം ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ ആ ഒരു വലിയ കമ്മിറ്റ്മെന്റ് അത് നമ്മൾ മാറിപ്പോകരുത്. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ടത്, ഓണാട്ടുകര എന്ന് പറയുന്ന ദേശം അനുഗ്രഹിക്കപ്പെട്ടത് ദൈവത്തിന്റെ വലിയ കൃപ മൂലമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ഒരു ബദലായിട്ട് നിൽക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണല്ലോ നമ്മൾ ഈ ഓണത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒരു വലിയ മാറ്റം ഓണത്തിന് സംഭവിച്ചിരിക്കുന്നു. പഴയ കാലങ്ങളിലെ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഓണത്തിന് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൊയ്ത്തിന്റെ ഉത്സവമായിട്ടാണ് ഓണം ആഘോഷിച്ചത്. ഓണത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ കൊയ്ത്തിന്റെ ഉത്സവമായിട്ട്, കൈകണി പെരുന്നാളിന്റെ ഓർമ്മയായിട്ടാണ് ഓണം ആഘോഷിച്ചു വന്നത്. എന്നാൽ അതിനൊരു വലിയ കാരണം അതിന് പിന്നിലുണ്ട്. കർക്കിടക മാസം എന്ന് പറയുന്നത് കള്ളക്കർക്കിടകം എന്നാണ് നമ്മൾ പറയുന്നത്. കള്ളക്കർക്കിടകം എന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തിൽ പഞ്ഞമുള്ള മാസമാണ്. മഴയും മറ്റുള്ള പ്രശ്നങ്ങളും കെടുതികളും ഉണ്ടാകുമ്പോൾ മനുഷ്യന് പട്ടിണിയും പരിവട്ടവും ഉണ്ടാകും. എന്നാൽ പാവപ്പെട്ടവന്റെ മാസം എന്ന് പറയുന്നത് ശ്രാവണ മാസം, അതായത് കർക്കിടകം കഴിഞ്ഞിട്ട് വരുന്ന ശ്രാവണ മാസം. ആ ശ്രാവണ മാസത്തെ അന്നുള്ള പാവപ്പെട്ടവൻ പറഞ്ഞു ശ്രാവണം എന്ന് പറഞ്ഞ് ശ്രാവണ മാസം പറഞ്ഞ് അത് ലോപിച്ചാണ് ഓണം എന്നുള്ള വാക്ക് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ചരിത്ര രേഖകളിലൂടെ അത് കാണുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ടവന്റെയാണ് ഓണം. എന്നാൽ ഇന്ന് ആഡംബരത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഓണം മാറിയിരിക്കുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ആഡംബരത്തിന്റെ ഒരു വലിയ കുത്തരങ്ങായിട്ട് ഓണം മാറിയിരിക്കുന്നു. മനുഷ്യൻ ഒരു ചാൻ വയറ് നിറയ്ക്കാൻ, പാവപ്പെട്ടവന് വയറ് നിറച്ച് ഭക്ഷണം ലഭിക്കാനായിട്ട് ഓണം ഒരു വലിയ പ്രതീകമായിരുന്നു. ഓണത്തിന്റെ സമയത്തായിരുന്നു അവർക്ക് ഭക്ഷണം കഴിക്കാൻ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാനും പുതിയ വിളവുകൾ ലഭിക്കുവാനും കിട്ടുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഓണം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആഡംബരത്തിന്റെ ഒരു വലിയ പ്രതീകമായിട്ട് മാറി. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് ഓണാട്ടുകരയാണ്. ആലുംപീടിക ദേശമടങ്ങുന്ന ഈ ദേശം എന്ന് പറയുന്നത് ഓണാട്ടുകരയുടെ ഭാഗമാണ്. ആ ഓണാട്ടുകര ആ ഒരു സ്റ്റാറ്റസ് ഇതുവരെ മാറിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കുന്ന ഒരു വലിയ സമയമാണ് ഓണം എന്ന് പറയുന്നത്. അവന്റെ പ്രതീക്ഷയായിരുന്നു ഒരു ചാൻ വയറ് നിറയ്ക്കാനുള്ള അവന്റെ വ്യഗ്രതയ്ക്ക് ഓണം എന്ന് പറയുന്നത് അവനൊരു വലിയ പ്രതീക്ഷയായിരുന്നു. എങ്കിൽ ഇന്ന് ഓണാട്ടുകര ദേശത്ത്, ആലുംപീടിക ദേശത്ത് ആരും പട്ടിണി കിടക്കുന്നില്ല. പാവപ്പെട്ടവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഓട്ടോ തൊഴിലാളികൾ ഒരുക്കിയിരിക്കുന്ന, പൗരസമിതിയൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു അലമാരി അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആലുംപീടിക ദേശത്ത് എല്ലാ ദിവസവും ഓണം. അതുകൊണ്ട് ആരും ഇവിടെ പട്ടിണി കിടക്കുന്നില്ല. അതുകൊണ്ട് ഓണാട്ടുകരയുടെ സ്റ്റാറ്റസ് നമ്മള് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഓട്ടോ തൊഴിലാളി യൂണിയന് അവരെ പൗരസമിതിയൊക്കെ ചേർന്ന് ആ ഒരു വലിയ സംഭവം നടത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കുന്ന ഒരു സമയമാകട്ടെ ഈ സമയം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ഇത് പലപ്പോഴും ആഡംബരത്തിന്റെ, അത്യാഡംബരത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഓണം മാറിപ്പോവുകയാണ്. പലപ്പോഴും എല്ലാവരും ആഘോഷിക്കുന്നത് മദ്യപാനത്തിലൂടെയാണ്. മദ്യപാനത്തിന് ഈ പ്രാവശ്യം മദ്യം വിറ്റഴിച്ച ബിവറേജുകളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ റെക്കോർഡ് തരത്തിലുള്ള കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കുവാനുള്ള ഒരു സമയമായിരുന്നുവെങ്കിൽ ഇന്ന് അത് മാറിപ്പോയിരിക്കുന്നു. ഇന്ന് മദ്യപാനികളുടെ ഒരു കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുന്നു. ഓണം എന്ന് പറഞ്ഞാൽ മദ്യപിക്കാനുള്ള ഒരു സമയം എന്ന് വികലമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു
നിമിഷത്തിലേക്ക് മാറിപ്പോയിരിക്കുക. അവിടെ നിന്ന് നമ്മൾ തിരികെ വരണം. മദ്യപാനി സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. സ്വർഗരാജ്യത്തിന് വേണ്ടിയാണല്ലോ ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എന്നാൽ മദ്യപാനി സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ ഉപയോഗം നമ്മൾ നിർത്തേണ്ടി വരുന്നു. പല മദ്യപാനികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല. എവിടെന്നാ സ്നേഹം കിട്ടുന്നത്? ഭവനത്തിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടുന്നത്. ഈ ഭവനത്തിൽ അടിയിടിയും തൊഴിയാണെങ്കിൽ എങ്ങനെയാ സ്നേഹം കിട്ടുന്നത്? ആ ഭവനത്തിൽ ഇറങ്ങി വന്ന് നാട്ടുകാരുടെ തല്ല് വാങ്ങിക്കുകയാണെങ്കിൽ, അപമാനിക്കുകയാണെങ്കിൽ എങ്ങനെയാ ഈ മദ്യപാനിക്ക് ഒരു സ്നേഹം കിട്ടുന്നത്? അതുകൊണ്ട് മദ്യപാനം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ആരും ഒന്നും നേടിയിട്ടില്ല. ഒരിക്കലും ഒന്നും നേടുവാൻ മദ്യപാനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് മദ്യപിക്കുന്നവരെ ഒറ്റക്കാര്യം, മദ്യപാനി സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹം ദൈവം സ്നേഹം തന്നെ. അപ്പൊ ദൈവത്തെ സ്നേഹിച്ചാൽ മതി. നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലാതെ മദ്യം കഴിക്കുന്നതിന് ഒരു ചെറിയ ഞൊടുക്ക് വിദ്യയായിട്ട് അവിടെ സ്നേഹത്തെ കൊണ്ടിടാൻ ആരും ശ്രമിക്കണ്ട. അതുകൊണ്ട് മദ്യപാനി സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മകളുടെ ഉദാഹരണമാണ് ദൈവം. സ്വർഗത്തിലെ മഹിമകൾ വെളിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ പാപത്തെ വഹിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം യാഗത്തിന്റെ രക്തം കൊണ്ട് ഈ പാപത്തെ പോക്കുവാൻ ദൈവം അരുളി ചെയ്തു. എന്നാൽ അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്നെ ഭൂമിയിലേക്ക് അവതരിച്ച് മനുഷ്യനായി തീർന്ന് ആ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി കുരിശിന് പരമയാഗമായി രക്തം കൊടുത്ത് വിലയായിട്ട് കൊടുത്തുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുത്ത വലിയ മഹാസംഭവം അതാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് വീണ്ടെടുപ്പായിട്ട് മാറിയെങ്കിൽ, വീണ്ടെടുപ്പ് നടത്തിയെങ്കിൽ അതിനുശേഷം അവൻ സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുക്കലേക്ക് കടന്നുപോയി. അവൻ പിതാവിന്റെ അടുക്കൽ നിന്ന് മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് സ്വർഗത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാ അവൻ കടന്നു വരുന്നത്. ആ ഒരു വലിയ കടന്നുവരവിനെ, മടങ്ങി വരവിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു മടങ്ങി വരുമോ എന്നുള്ളത് ഒരു സന്ദേഹമായിട്ട് മാറുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ യേശു ഇവിടെ നിന്ന് പോയി, എന്നാൽ തിരികെ വരുമോ എന്നുള്ള ഒരു വലിയ സന്ദേഹമുണ്ട്. ഈ ശിഷ്യന്മാർക്ക് ഈ ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു. കൂടെ നടന്ന ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ലോകാവസാനത്തിനും നിന്റെ വരവിനും എന്താണ് അടയാളം? ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങളെ നോക്കി ഒരു ഉപമ പഠിപ്പി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവാൻ പറഞ്ഞു. മാത്രമല്ല മറ്റു പല സംഗതികളും പറഞ്ഞു. അത്തി നോക്കി ഉപമ പഠിക്കുവാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ കുറിച്ചാണ് അത്തി എന്ന് പറയുന്നത്. അത് ഭാഷീയ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തി എന്ന ഇസ്രായേൽ തളിർക്കുമ്പോൾ ഏകദേശം AD 70 ഈ പറയുന്ന AD 70 ഇസ്രായേൽ രാജ്യം ചിതറപ്പെട്ടു പോയെങ്കിൽ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം 1948 ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ, അവരുടെ സ്വന്തം രാജ്യം വീണ്ടും സ്ഥാപിച്ചപ്പോൾ ഈ ലോകത്തിന് മനസ്സിലായി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യത്തെ കുറിച്ച്. യേശുവിന്റെ മടങ്ങി വരവിന്റെ ആരംഭമായിട്ട് അത്തി തളിർത്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. വീണ്ടും നമ്മൾ കാണുമ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അത് ലോകമെമ്പാടും ഉണ്ടാകുമെന്നാൽ അത് പെരുകുമ്പോൾ യേശുവിന്റെ വരവിന്റെ വലിയ മുന്നോടിയാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമെല്ലാം നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുക. അതിന്റെ പെരുക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഭൂകമ്പങ്ങൾ, ഈ ലോകത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ, ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതും ലോകത്തിൽ സംഭവിക്കുമ്പോൾ യേശുവിന്റെ മടങ്ങി വരവ് സുനിശ്ചിതമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് വ്യാപാര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ട്രംപിന്റെ ഒരു വലിയ ഇടപെടലിലൂടെ നമ്മൾ ഇന്ന് ലോകത്തിൽ വ്യാപാര യുദ്ധം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയും അതിന്റെ ഒരു വലിയ ഭാഗമായിട്ട് മാറിയിരിക്കുക. വെളിപ്പാട് പുസ്തകം അതിന്റെ 17-18 അധ്യായങ്ങളിൽ ഈ വ്യാപാര യുദ്ധത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ വ്യാപാര യുദ്ധം
സമാപനത്തെ കുറിച്ച് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് അനുകൂലപ്പെട്ടുകൊണ്ട് വ്യാപാര യുദ്ധം ഈ ലോകത്തിൽ തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ വരവ് വളരെ സമീപമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വൺ വേൾഡ് ഗവൺമെന്റ്, ഏകലോക ഭരണം, ഏകലോക ഗവൺമെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ പ്രകാരം ഈ ലോകത്തില് ഇപ്പോൾ വേൾഡ് ഗവൺമെന്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന നരേന്ദ്രമോദി ഒക്ടോബർ 13 2023 ഒക്ടോബർ മാസത്തില് ഒരു വലിയ സമ്മേളനം നടത്തി. ഈ ലോകത്തിലുള്ള 800ഓളം സ്പീക്കർമാര് അതിൽ വന്ന് പങ്കെടുത്ത്, ലോക നേതാക്കന്മാർ വിവിധ രാജ്യങ്ങളിലായിട്ട് വന്ന് പങ്കെടുത്തു. അവർ വന്ന് പങ്കെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഷയം എന്തായിരുന്നു എന്നറിയാമോ? ഏകലോക ഗവൺമെന്റ്, വൺ വേൾഡ് ഗവൺമെന്റ്. ആ ഒരു വലിയ സിസ്റ്റത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അവിടെ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായിട്ട് ഈ ഏകലോക ഗവൺമെന്റ് സ്ഥാപിതമാകുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് പ്രിയരെ, ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. ഈ ലോകത്തില് ദൈവം തന്നിരിക്കുന്ന ഈ ശരീരത്തെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ടുള്ളതല്ല. അത് മദ്യമാകട്ടെ, ലഹരിയാകട്ടെ, മറ്റുള്ള ചിന്തകളാകട്ടെ, ഒന്നിനാലും നാം നമ്മെ തന്നെ നശിപ്പിച്ചു കളയുവാൻ സാധ്യമല്ല. കാരണം നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെ വീണ്ടെടുത്ത ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് ഈ മരണത്തിനപ്പുറമായിട്ട് ഒരു ജീവിതം നമുക്കുണ്ട്. ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. ആ ജീവിതത്തിലേക്ക് പ്രത്യാശയോടുകൂടി നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുന്നു. അതിനാർക്കാണ് സാധ്യമാകുക? അപ്പോസ്തല പ്രവൃത്തികളുടെ 10-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യം അത് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തില് പറയുന്ന ഒരു വാക്യമുണ്ട്, ഏത് ജാതിയിലും ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ അംഗീകരിക്കുന്നവരെ അവനും അംഗീകരിക്കുക. ഈ യേശുവിനെ കാണുക. നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് കാൽവരി കുരിശിൽ പരമയാഗമായ ആ ദൈവത്തെ നമ്മൾ കാണുക, അവനിൽ വിശ്വസിക്കുക, അവനിൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഈ രക്ഷയെ പ്രകീർത്തിക്കുവാനാ ഞങ്ങള് ഇന്നത്തെ ദിവസത്തില് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും.